പന്തീരങ്കാവ് ഗാർഹിക പീഡന കേസിലെ പ്രതി രാഹുൽ അറസ്റ്റിലാകുമോ? എവിടെ അറസ്റ്റിലാവാൻ? രാഹുൽ ഇതിന് കേരളത്തിലേ ഇല്ല, ഇന്ത്യയിലേ ഇല്ല. പുള്ളി ഇപ്പോൾ ജർമ്മനിയിലോ മറ്റോ ആണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ബാംഗ്ലൂരു വഴി പുള്ളി രക്ഷപ്പെട്ടിരിക്കുന്നു. പോലീസിന്റെ ആദ്യഘട്ടത്തിലെ നിഷ്ക്രിയത്വമാണ് യഥാർത്ഥത്തിൽ പ്രതി രാഹുലിന് രാജ്യം വിടാനുള്ള അവസരമൊരുക്കിയതെന്ന കാര്യത്തിൽ സംശയമില്ല. അമ്മയും സഹോദരിയും ഇന്നിപ്പോൾ ചോദ്യം ചെയ്യുമെന്നാണ് മനസ്സിലാക്കുന്നത്. രാഹുൽ വിദേശത്തേക്ക് കടന്നതായി പോലീസിന് സൂചന ലഭിച്ചുവെന്ന് മനസ്സിലാക്കുന്നു. വി എസ് രഞ്ജിത്ത് നമുക്കൊപ്പമുണ്ട്. വി എസ് രഞ്ജിത്ത്, പന്തീരങ്കാവിലെ ഗാർഹിക പീഡന കേസിലെ പ്രതി രാഹുലിനെ എന്തായാലും സർക്കാരിന്റെ സഹായത്തോടു കൂടി വിദേശത്തേക്ക് അയച്ചല്ലോ. അപ്പോൾ അതിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധമുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ രണ്ടാമത് അന്വേഷണത്തിനെത്തിയിരിക്കുന്ന സംഘം ഊർജിതമായിട്ടാണ് അന്വേഷണം നടത്തുന്നത്. പുള്ളി ഇന്ത്യ വിട്ടു എന്നതാണോ പോലീസിന് ലഭിച്ചിരിക്കുന്ന സൂചന? അരുൺകുമാർ, പോലീസ് ഇക്കാര്യം സ്ഥിരീകരിക്കുന്നില്ല. പോലീസ് വൃത്തങ്ങളിൽ നിന്ന് നമുക്ക് അങ്ങനെ ഒരു സൂചനയുണ്ട്. ഇന്നലെ ഉത്തരമേഖല IG പറഞ്ഞ് ഇക്കാര്യത്തിൽ ഒരു റിപ്പോർട്ട് സിറ്റി പോലീസ് കമ്മീഷണറോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ രാഹുൽ വിദേശത്തേക്ക് കടന്നോ എന്ന കാര്യം അന്വേഷിക്കാൻ വേണ്ടി. നമ്മൾ മനസ്സിലാക്കുന്നത് മിനിയാന്ന് രാഹുൽ ബാംഗ്ലൂരു വഴി സിംഗപ്പൂരിലേക്ക് കടന്നു എന്നുള്ളതാണ് ഒരു സൂചന ലഭ്യമാവുന്നത്. ഏതായാലും അത് പോലീസ് സ്ഥിരീകരിച്ചിട്ടില്ല. വീട്ടുകാരോട് ചോദിക്കുമ്പോൾ വീട്ടുകാരും രാഹുലുമായി ഇപ്പോൾ ബന്ധപ്പെടുന്നില്ല എന്നുള്ളതാണ് പറയുന്നത്. പക്ഷെ നമുക്ക് രാഹുൽ ഇതിനകം തന്നെ വിദേശത്തേക്ക് കടന്നു എന്നൊരു സൂചന ലഭിക്കുന്നുണ്ട്. ഏതായാലും ഈ പുതിയ അന്വേഷണ സംഘം ഇന്നലെ പെൺകുട്ടിയുടെ വീട്ടിലെത്തി പെൺകുട്ടിയുടെയും അമ്മയുടെയും അച്ഛൻ്റെയും ഒക്കെ മൊഴി വിശദമായി രേഖപ്പെടുത്തിയിരുന്നു. ഇന്നിപ്പോൾ അവർ പന്തീരങ്കാവിൽ രാഹുലിൻ്റെ വീട്ടിലെത്തി രാഹുലിൻ്റെ അമ്മയോടും സഹോദരിയോടും കാര്യങ്ങൾ അന്വേഷിക്കും. അവരും ഇക്കാര്യത്തിൽ സാക്ഷികളാവുകയാണോ, അല്ലെങ്കിൽ അവരിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ അറിയാനുണ്ട്. കാരണം മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ ഈ രാഹുലിൻ്റെ അമ്മ മർദ്ദനത്തെക്കുറിച്ച് പറയുന്നുണ്ടായിരുന്നു. ഈ മർദ്ദനം നടന്നു എന്ന രീതിയിൽ, അത് സ്ത്രീധനത്തിൻ്റെ പേരിലല്ല, മറ്റ് ചില ബന്ധങ്ങളുടെയൊക്കെ പേരിലാണ് എന്നാണ് അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഏതായാലും അക്കാര്യങ്ങൾ കൂടി അന്വേഷിക്കാൻ വേണ്ടി ഇന്നിപ്പോൾ രാഹുലിൻ്റെ വീട്ടിലേക്ക് പോലീസ് സംഘം എത്തിയേക്കും. അതിനിടയ്ക്ക് രാഷ്ട്രീയ സമ്മർദ്ദവും ശക്തമാവുകയാണ്. ഇന്ന് യൂത്ത് കോൺഗ്രസ് പന്തീരങ്കാവ് പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തിയിട്ടുണ്ട്. ഇത്തരത്തിൽ രാഷ്ട്രീയമായി സർക്കാർ പ്രതിക്കൂട്ടിലാകുമെന്ന് കണ്ടു തന്നെയാണ് ഇന്നലെ തന്നെ പന്തീരങ്കാവ് IP യെ സർക്കാർ സസ്പെൻഡ് ചെയ്തിരുന്നു. ഓക്കെ, പ്രധാനപ്പെട്ട കാര്യമാണ്. രാഹുൽ എവിടെ എന്നതാണ് ചോദ്യം. എന്തായാലും സർക്കാർ രാജ്യത്തിന് പുറത്തേക്ക് കടന്നിട്ടുണ്ടെങ്കിൽ ഇനി ലുക്കൗട്ട് നോട്ടീസൊക്കെ പുറപ്പെടുവിച്ചുകൊണ്ട് എന്ത് പ്രയോജനം? ബ്ലൂ കോർണർ നോട്ടീസിലേക്ക് പോകേണ്ടി വരും. അയാൾ അതുവഴി ജർമ്മനിയിലേക്ക് പോയാൽ അവിടെയാണ് അയാൾ ജോലി ചെയ്യുന്നതെങ്കിൽ അതൊക്കെ ഇനി പോലീസിന് തലവേദനയെ മാറുകയാണ്. വളരെ പെട്ടെന്ന് പോലീസിന് ഈ പ്രതിയെ കസ്റ്റഡിയിൽ എടുക്കാമായിരുന്നൊരു സാഹചര്യം പോലീസ് നിഷ്ക്രിയത്വത്തിലൂടെ ഒഴിവാക്കി എന്നതാണ് പ്രധാനമായിട്ടും ഉയരുന്ന ആക്ഷേപം. പ്രത്യേകിച്ച് ഗാർഹിക പീഡന പരാതിയൊക്കെ ഒരു സ്ത്രീ പറയാനായിട്ട് എത്തിക്കഴിഞ്ഞാൽ അവരോട് അലംഭാവം കാണിക്കാനേ പാടില്ല എന്നുള്ളതാണ്. ലാപ്പത ലേഡീസ് എന്ന് പറയുന്നൊരു സിനിമയുണ്ട്, നിങ്ങൾ പറ്റുമെങ്കിൽ ഒന്ന് കാണണം. ആ സിനിമയിലെ ഒരു കഥാപാത്രം പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ എൻ്റെ ജീവിതത്തെ കണ്ടെത്തുകയായിരുന്നു ഒരു ഒളിച്ചോട്ടത്തിലൂടെ എന്നാണ്. അവിടെ നിന്ന് പോലീസിലേക്ക് പോകുമ്പോൾ പോലീസ് അവരെ സഹായിക്കുന്നൊരു ഘട്ടമുണ്ട്. ആ സിനിമ നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും. അവിടെയാണ് ഇത്തരം സംഭവങ്ങൾ, നിഷ്ക്രിയമായ ഇടപെടലുകൾ ഉണ്ടാകുന്നത് പോലീസിൻ്റെ ഭാഗത്തു നിന്നും.